ഈ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ട പേര് ഇതിൻ്റെ സംവിധായകൻ്റെ പേരാണ്. അത് പറയാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഗിരീഷ് ഷെഡി. എൻ്റെ പൊന്നു മനുഷ്യ, എമ്മാതിരി എമ്മാതിരി സാധനം നിങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. സത്യം പറയാലോ, ചിരിച്ച് വയറ്റത്ത് നീര് വീണ അവസ്ഥയായിരുന്നു. അത്രയും എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് കണ്ട ഒരു സിനിമയാണ്, ഒന്നും പറയാനില്ല. രണ്ടാമത് ഒരാളുടെ പേരും കൂടി പറയണം, ശ്യാം മോഹൻ. അയ്യോ! അതൊരു ഒന്നൊന്നര ഐറ്റം. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഈ സിനിമയിൽ പെർഫോമൻസ് സൈഡ് പറയുമ്പോൾ ഒരാളെയും വിട്ടുകളയാനില്ല. ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ പെർഫോമൻസ് കുറച്ച് വീക്കായെന്ന് പറയാനൊന്നും ഇല്ല ഈ സിനിമയിൽ. എല്ലാവരും ഉണ്ടല്ലോ. നമ്മുടെ ചൂരല്ലാ പുള്ളിക്കാരനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെയൊക്കെ പെർഫോമൻസ്, പിന്നെ മമിത ബൈജു, പിന്നെ നമ്മുടെ മമിതയുടെ കൂട്ടുകാരിയായിട്ടുള്ള കാർത്തിക എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിച്ച കുട്ടി, നമ്മുടെ അമൽ ഡേവിസ്, നസ്ലിൻ്റെ ഒപ്പം അഭിനയിച്ച അമൽ ഡേവിസ്. എൻ്റെ പൊന്നോ, അത് നിങ്ങൾ ഇതിലെ ഹ്യൂമർ സാധനങ്ങളൊക്കെ നിങ്ങളുണ്ടല്ലോ പിടിവിട്ടു പോവും. പിടിവിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ബിൽ വെച്ചിട്ടുള്ള ഒരു സീനുണ്ട്. ഞാൻ ആ സീനിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ലിറ്ററലി പരിസരം മറന്ന് ചിരിക്കുക എന്ന് പറയില്ലേ, അതൊരു തിയേറ്റർ ഫുള്ള്. അതായിരുന്നു ഇന്ന് സംഭവിച്ചത് തിയേറ്ററിൽ. അത്രയും ഗംഭീര ഒരു സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. പെർഫോമൻസ് വൈസ് ആയാലും എഡിറ്റിംഗ് വൈസ് ആയാലും എല്ലാം ഗംഭീരാക്കിയിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക് സൈഡ് തന്നെയാണ്. മ്യൂസിക് സൈഡ് ഭയങ്കര സിനിമേനെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം അത്രയും കിഡുമായിട്ടാണ് അതിലെ സോങ്സ് കാര്യങ്ങളെല്ലാം പോകുന്നത്. അടിപൊളിയായിരുന്നു. മൊത്തത്തിലുള്ള സ്കോറിങ് കാര്യങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെ ഞാൻ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി കൂടുതൽ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ അറിയില്ല. വെറുതെ നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. സിനിമാറ്റോഗ്രാഫിയൊക്കെ സിനിമയ്ക്ക് യോജിച്ച രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീണ്ടും അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ കെമിസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, അതായത് ഈ മമിതയുടെയും നെസ്ലിൻ്റെയൊക്കെ ആ ഒരു, എൻ്റെ പൊന്നോ, അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണണം. ഇതൊരു മസ്റ്റ് വാച്ച് സാധനമാണ്. എനിക്ക് ഈ സിനിമ ഉപമിക്കാൻ തോന്നുന്നത് പഴയ നമ്മുടെ ഹരികൃഷ്ണൻസ് സിനിമയില്ലേ, അതിൽ ലാലേട്ടനും മമ്മൂക്കയും കൂടി അടിക്കുന്ന കുറേ കൗണ്ടറുകളില്ലേ, എൻ്റെ പൊന്നെ, ലിറ്ററലി അമ്മാതിരി സാധനമാണ് ഇതിൽ ചില സ്ഥലത്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ചിരിച്ചൊരു വഴിയാവും സത്യം. ഇത് ഞാൻ വെറുതെ ഒരു അതിശയോക്തിക്ക് പറയുന്ന കാര്യമല്ല. നിങ്ങൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനായിട്ട്. നിങ്ങൾ ഒരു കാരണവശാലും ഇത് മിസ് ചെയ്യരുത്. ഇതൊരു OTT സ്റ്റഫ് അല്ല. ഇത് 100% തിയേറ്ററിൽ നിന്ന് എൻജോയ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മിക്കവാറും ഹൗസ്ഫുൾ ആവും ഇന്ന് തന്നെ. അപ്പോൾ മാക്സിമം നേരത്തെ സിനിമ കാണാൻ നോക്കുക. താങ്ക് യു സോ മച്ച്.